ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു കാത്തു മോംസ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വെറൈറ്റി കുമ്പിളപ്പമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ ചക്ക കൊണ്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഇത്തവണ ചക്കയില്ല, അപ്പോൾ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി പിയർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ പിയറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങയും ഏലക്ക ജീരകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ശർക്കര പാനിയാക്കിയതിലോട്ട് ഈ പേരിട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് ഇതൊന്നും ഞാൻ കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് റവയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇത് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങ ഏലക്ക ജീരകപ്പൊടിയും കൂട്ടൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയെടുത്ത് നമുക്കിത് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കി അപ്പച്ചമ്പിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ, ടേസ്റ്റിയുമാണ്. ചക്കയില്ലാത്ത സീസണിലൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ഐറ്റമാണ്. ഞാനിത് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമല്ല എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാത്തുക്കുട്ടിയുടെ റെസ്പോൺസാണിത്. അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമല്ല എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you. Please like, subscribe channel.